Hi guys, welcome back to my channel. സ്പാർക്ക് ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എല്ലാ വീഡിയോസിൻ്റെയും കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം മാൽഡീവ്സിലുള്ള ഒരു എന്താ പറയുന്നത്, നമുക്ക് ഹെൽത്ത് സെക്ടറിലോട്ട്, അതായത് മിനിസ്ട്രിയുടെ ഹെൽത്ത് സെക്ടറിലോട്ട് ജോലിക്കായിട്ട് വരുന്നവർക്ക് എങ്ങനെ നമുക്ക് ജോലിക്ക് അപേക്ഷിക്കാം, എന്തൊക്കെ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടും, അതുപോലെ വൺസ് നമ്മളിവിടെ ജോലിക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുക, ഇവിടുത്തെ ചിലവുകൾ എത്രത്തോളം വരുന്നുണ്ട്, ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരൊറ്റ വീഡിയോ ചെയ്യാമെന്നാണ് എൻ്റെ മനസ്സിലുള്ള ഒരു പ്ലാന്. ഇത് ചിലപ്പോൾ പാർട്ട് 2 ആയിട്ടായിരിക്കും കേട്ടോ ഞാൻ ഇടുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടായിരിക്കും ഇടുക. കാര്യം ഇത് ഇച്ചിരി ലോങ് ആയിട്ട് പോകുന്നതാണ്. പക്ഷെ എന്നാലും ഞാൻ പെട്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള, നമുക്ക് എങ്ങനെ ഇവിടെ ജോലിക്ക് അപേക്ഷിക്കാം, എങ്ങനെയാണ് നമുക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ്. ആസ് എ നേഴ്സാണ് ഞാൻ പറയുന്നത്, ബാക്കി പ്രൊഫഷനെ പറ്റി എനിക്കറിവില്ല. അപ്പോൾ നമുക്കിപ്പോൾ ജോലിക്ക് അപേക്ഷിക്കുക എന്നുള്ളത് നമുക്ക് ത്രൂ ഏജൻസി അല്ലാണ്ട് നമുക്ക് വേറൊരു മാർഗ്ഗം ഇവിടെ ഇല്ല. മാൽഡീവ്സിലെല്ലാം ഏജൻസി വഴിയാണ് നടക്കുന്നത്. ഈവൻ ഈ റിക്രൂട്ട്മെൻറ്റ് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഏജൻസി ത്രൂ ആണ്. സോ ഏജൻസി വഴിയാണ് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും ഒരു ഏജൻസിയെ നമ്മൾ കോൺടാക്ട് ചെയ്യും. ഓരോരുത്തർ പറഞ്ഞ് നമുക്കറിയാമായിരിക്കുമല്ലോ. അപ്പം ഏജൻസിയുടെ കാര്യങ്ങൾ ഓൾറെഡി ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിലാന്ന് തോന്നുന്നു മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് സീ വേൾഡ് എന്ന് പറഞ്ഞ ഒരൊറ്റ ഏജൻസി എവിടെയുള്ളൂ. അതിൻ്റെ സബ്ബാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള, ഇന്ത്യയിലുള്ളതും അതുപോലെ പുറത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ നമ്മുടെ സബ്ബായിട്ടാണ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ വൺസ് അവരെ കോൺടാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ എന്നാണോ ഇവിടെ വേക്കൻസി, അതായത് എന്നാണോ റിക്രൂട്ട്മെൻറ്റ് മിനിസ്ട്രി ഓപ്പൺ ചെയ്യുന്നത്, അന്നത്തെ ഒരു ഡേറ്റ് നമുക്ക് ഏജൻസി ത്രൂ നമുക്ക് ലഭിക്കും. സോ ഏജൻസി ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ റിക്വയർമെൻറ്റ്സ് ഒക്കെ പറയും, നിങ്ങളത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ കോൾ വരും, ഡേറ്റ് വരും. എന്നാണെന്നുള്ളത് ഡേറ്റും ടൈമും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ത്രൂ ഏജൻസിയാണ് ഇത് നമുക്ക് കൈ കിട്ടുന്നത്, ഡയറക്റ്റ് അല്ല. സോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ, നോർമലി 1 വീക്കാണ് എടുക്കാറ്. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് ഡിലേ ആയാൽ ഒരു മാക്സിമം 2 ആഴ്ച, അല്ലെങ്കിൽ ഒരു 2.5 ആ ഒരു വീക്കിനുള്ളിൽ നമുക്ക് നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വരും. അപ്പോൾ അതിൽ നമുക്ക് ഇൻ്റർവ്യൂ പാസ്ഡ് ആണോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. വൺസ് നമ്മൾ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ നമ്മുടെ പ്രോസസ്സിങ് എല്ലാം തുടങ്ങുകയാണ് കേട്ടോ. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ പ്രോസസ്സിങ് കണ്ടിന്യൂ പോവുകയാണ്. ബാക്കി പ്രോസസ്സിങ് എല്ലാം ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെയാണ് ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അൺടിൽ നമ്മുടെ വർക്ക് പെർമിറ്റ് വരെയാണ് നമുക്ക് പ്രോസസ്സിങ് ഇന്ത്യയിൽ നിന്ന് ഉള്ളൂ. ഓക്കെ, അപ്പം അവിടെ നിന്ന് വർക്ക് പെർമിറ്റ് കൈ കിട്ടി നമ്മൾ അവിടെ നിന്ന് നേരെ കയറി ഇവിടെ വരിക. ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ വിസയുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരുടെ വിസയുടെയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പാസ്പോർട്ട് കൊടുക്കും. അതിന് ശേഷമാണ് നമുക്ക് വിസ വരുന്നത്, നമ്മുടെ പാസ്പോർട്ടിൽ അടിച്ച് വരുന്നത്. ഓക്കെ, നമുക്ക് ആസ് എ നേഴ്സായിട്ട് വരുന്നവർക്ക് 2 ഇയറിലോട്ടായിരിക്കും ഫസ്റ്റ് വിസ അടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 ഇയർലി അത് റിന്യൂ ചെയ്യണം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ജോലിക്ക് അപേക്ഷിക്കുക. നമ്മൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള വഴി ത്രൂ ഏജൻസിയാണ് മാർഗമുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിങ്സിനെ പറ്റിയിട്ടായിരുന്നു. ഞാൻ ഒരു കീ പോയിൻറ്റ്സ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് താഴത്തോട്ട് നോക്കുന്നത് കേട്ടോ. സോ സേവിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് സെൻറ്ററിൽ നിന്നാണോ അതോ ഹോസ്പിറ്റലിൽ നിന്നാണോ നമുക്ക് സേവിങ്സ് കൂടുതൽ എന്നാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരം എനിക്ക് പറയാനുള്ളൂ, അത് അക്കോർഡിംഗ് ടു പേഴ്സൺ ആണ്. എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും, ഞാനിത് പല വീഡിയോസിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ സർവീസ് അലവൻസ് എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ സാലറിയിൽ വ്യത്യാസം വരുന്നത്. സോ ബേസിക് സാലറി എല്ലായിടത്തും സെയിം ആണ്. അപ്പം അത് എത്രത്തോളം ഒരു വ്യക്തി ചിലവാക്കുന്നുണ്ടോ അതനുസരിച്ചിട്ടാണ് നമ്മൾ പൈസ സേവ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഐലൻഡിൽ വരികയാണെങ്കിൽ 24 അവർ ഉള്ളത് സെയിം തന്നെയുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഒരു വീഡിയോയിൽ. IGMHലും 24 അവർ ഉള്ളതാണ്. സോ രണ്ടിടത്തും സെയിം സാലറിയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സെയിം സാലറി കിട്ടുമ്പോൾ നമ്മൾ എത്രത്തോളം ചിലവാക്കുന്നുണ്ടോ അതനുസരിച്ചായിരിക്കും നമ്മുടെ സേവിങ്സ് വരുന്നത്.
പിന്നെ ഒരു കാര്യമുള്ളത്, ഐലൻഡിൽ താമസിക്കുന്നവർക്ക് ഒരുപാട് ചിലവ് അങ്ങ് വരാൻ ചാൻസ് കുറവാണ്. കാര്യം മാലേ സിറ്റി എന്ന് പറയുന്നത് നമുക്കെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പം നമ്മൾ ഐലൻഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് വൺസ് നമ്മുടെ ബോട്ട് വരുന്ന ടൈമിൽ മാത്രമാണ് നമുക്ക് കൂടുതലും സാധനങ്ങൾ കിട്ടണേ. സാധനങ്ങൾ കിട്ടില്ല എന്നല്ല, കിട്ടും, പക്ഷെ കൂടുതൽ സാധനങ്ങൾ കിട്ടുന്നത്. ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ സേവിങ്സിനെ പറ്റി പറയാൻ കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഞാൻ ഈ ആദ്യം ഇതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ചോദിച്ചതായിരുന്നു എനിക്ക് പറയാനുള്ളത്, ഹെൽത്ത് സെൻ്റർ ആണോ അതോ IGMH ഹോസ്പിറ്റലാണോ ബെറ്റർ എന്നുള്ളത്. ഞാൻ അന്ന് ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തതുപോലെ തന്നെ സെയിം തന്നെ പറയുകയാണ്. നമുക്ക് IGMHൽ വർക്ക് ലോഡ് കൂടുതലാണ്, ഐലൻഡിൽ വർക്ക് ലോഡ് കുറവാണ്. IGMHൽ കുറച്ച് സാലറി കൂടുതലുണ്ട് മീൻസ് നമ്മുടെ OT ഒക്കെ വന്നാൽ. ഐലൻഡിലും സെയിം തന്നെയാണ്. പിന്നെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഐലൻഡിൽ നമുക്ക് 8 hour പ്ലസ് OT ആണ്. IGMH എന്ന് പറഞ്ഞാൽ 8 hour ഇൻ കേസ് നമുക്ക് OT കിട്ടിയാൽ OT, അല്ലെങ്കിൽ 8 hour കൊണ്ട് ഫിനിഷ് ആവും. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ബ്രീഫ്ലി പറഞ്ഞാൽ. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസാണ്. എത്രത്തോളം എക്സ്പെൻസാണ് മാൽഡീവ്സിൽ വന്നാൽ എന്നുള്ളത്. സാധനങ്ങൾ മേടിക്കുമ്പോഴുള്ള എക്സ്പെൻസും അതുപോലെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് റെൻറ്റ് അതുപോലെയുള്ള കാര്യങ്ങൾ പറയാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഐലൻഡ് തന്നെ ഫോക്കസ് ചെയ്യാം. ഐലൻഡിൽ നമുക്ക് റെൻറ്റ് ഏകദേശം അറ്റോൾ ഹോസ്പിറ്റലിൽ ഉള്ള ഏരിയാസ് ഉണ്ടല്ലോ, അറ്റോൾ സ്ഥലത്ത് മേ ബി ചിലപ്പോൾ ഒരു 3500 ഒക്കെ റേറ്റ് വരാറുണ്ട്. പക്ഷേ എല്ലാ അറ്റോളിലും ഇല്ല, ചില അറ്റോളിൽ മാത്രം. അപ്പോൾ അല്ലാതെ നോർമലി ഉള്ള ഐലൻഡുകളിലാണ് വരുന്നതെങ്കിൽ നമുക്കൊരു എന്താ പറയുന്നത് 3000-നുള്ളിൽ നമ്മുടെ റെൻറ്റ് പോകും. അത് ഓൾറെഡി നമുക്ക് മിനിസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് 3000 എബോവ് ആണ് എങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് വേണം നമ്മൾ പേ ചെയ്യാൻ കേട്ടോ. അതാണ് റെൻറ്റ് വരുന്നത്. ഈ റെൻറ്റ് കാര്യം നേരെ നമ്മുടെ മാലേ സിറ്റിയിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റെൻ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് പെർ ഹെഡും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു മുറിയിൽ ഒരു 2-3 പേര് താമസിക്കുന്നുണ്ടെന്ന് കരുതിക്കോ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് പെർ ഹെഡ് ഏകദേശം ഒരു 2800 തൊട്ട് 3000 രൂപ വരെ വരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും രണ്ടും സെയിം തന്നെയല്ലേ ഇത്. ഞാൻ പറഞ്ഞത് പെർ ഹെഡ്. ഇപ്പോൾ 3 പേര് താമസിക്കുന്നിടത്താണെങ്കിൽ ഒരു 3000 വെച്ചിട്ട് നിങ്ങൾ നോക്കുക. 3000 വെച്ചിട്ടാണ് പെർ ഹെഡിന് ആ മുറിയിൽ താമസിക്കുന്നതിനുള്ള റെൻ്റ് എന്ന് പറയുന്നത്. ദെൻ 3 പേരുണ്ടെങ്കിൽ 9000ഓളം ആകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ അപ്പോൾ എത്രത്തോളം റെൻറ്റ് എക്സ്പെൻസാണ് മാലയിൽ നിന്നുള്ളത്. ഓക്കെ, അതാണ് റെൻറ്റിൻ്റെ കാര്യത്തിൽ വരുന്നത്. നെക്സ്റ്റ് എന്താ പറയുക, നമുക്ക് ഈ മാലയിൽ സിറ്റിയിൽ നമുക്കിങ്ങനെ അപ്പാർട്ട്മെൻറ്റായിട്ട് കിട്ടുമോ അതോ ഒരു റൂമിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ 2-3 പേരായിട്ടാണോ കിട്ടുന്നത്, അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചവരുണ്ട് കേട്ടോ. അപ്പോൾ അവരോടും എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് അത് നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ചാണ്. നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ IGMHലോട്ട് വരുമ്പോൾ നമുക്ക് നേരെ അവർ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യും ഒരു 1 or 2 മന്തിലോട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ തപ്പി കണ്ടുപിടിക്കണം. ഇപ്പം നമുക്ക് അപ്പാർട്ട്മെൻറ്റ് തന്നെയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷെ അതിനനുസരിച്ച് അത് എക്സ്പെൻസീവ് ആയിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്. അത് ഓൾമോസ്റ്റ് ഏകദേശം ഒരു 500 MVR. ഞാൻ ഈ പറയുന്ന റെൻറ്റും കാര്യങ്ങളും പൈസയുടെ കാര്യങ്ങളെല്ലാം ഞാൻ MVRലാണ് കേട്ടോ പറയുന്നത്. അതായത് മാൽദീവ്സിലെ റുഫിയയുടെ കണക്കിലാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്താ പറയുന്നത് ഇലക്ട്രിസിറ്റി ബില്ല് ഏകദേശം ഒരു 500 അടുത്ത് വരും. ഓൾമോസ്റ്റ് ഇപ്പം കണ്ടിന്യൂസ് AC ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, AC ഓഫ് ചെയ്യുന്നേ ഇല്ല, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഏകദേശം ഒരു 700 താഴെയായിട്ട് കറണ്ട് ബില്ല് വരും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് ചിലർ വിചാരിക്കാം എന്തിനാണ് കണ്ടിന്യൂസ് AC യൂസ് ചെയ്യുന്നത്, ഫാനും മറ്റും യൂസ് ചെയ്തുകൂടെ എന്ന് ചോദിക്കാം. പക്ഷേ വൺസ് നിങ്ങൾ മലയിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും, അതുമാത്രം ചൂടാണ്. ഞാനിപ്പോൾ നല്ല പൊരിഞ്ഞ വെയിലത്താണ് ഇവിടെ ഇരിക്കണേ. എനിക്ക് അത്രത്തോളം ചൂട് എൻ്റെ മേത്ത് തന്നെ അടിക്കുന്നുണ്ട്. അപ്പം നല്ല ചൂടാണ് മലയിൽ. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലെ വേനൽക്കാലമൊക്കെ വരുമ്പോൾ പാലക്കാട് സൈഡിലോട്ടൊക്കെ ഒരു കത്തിക്കരിഞ്ഞൊരു ചൂട് വരുമല്ലോ, ആ ഒരു ഇതിലാണ് നമ്മുടെ മാലയിൽ. നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റത്തില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ കണ്ണ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ചൂടുണ്ട് ഇവിടെയെന്ന്.
സോ എനിക്ക് കണ്ടുപോലും തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എ സി യൂസ് ചെയ്യും. എ സി യൂസ് ചെയ്യാതെ ആരും തന്നെ ഇരിക്കത്തില്ല. എ സി യൂസ് ചെയ്യാതെ ആർക്കും ഇരിക്കാനും പറ്റില്ല. അപ്പോൾ അത്രത്തോളം കറണ്ട് ബില്ലൊക്കെ വരും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് നെറ്റ് ചാർജ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ മലയിൽ വന്നു കഴിയുമ്പോൾ നമുക്കൊരു സിമ്മുണ്ട്. സിം എടുത്തതിന് ശേഷം ഒറിഡോയാണ് എല്ലാവരും കൂടുതൽ എടുക്കുക. അതെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ റീചാർജ്, എൻ്റെ ഒറിഡോ സിമ്മാണ്, സോ എനിക്ക് അത് ബേസ് ചെയ്തിട്ട് അറിയാവുള്ളൂ. നമുക്കതിനകത്ത് അവർ ഒരു എന്താ പറയുന്നത്, ഒരു ബോക്സിൽ നമുക്കതിൻ്റെ എന്തൊക്കെയാണ്, എത്ര രൂപയ്ക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ബോക്സിൽ അവർ എന്നാണോ നമ്മുടെ ഇത് തീരുന്നത് അതിന് മുന്നേ അവർ അയക്കും കേട്ടോ. സോ അപ്പോൾ നമുക്ക് റേറ്റ് ഏകദേശം വരുന്നത്, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരു റീചാർജാണ് ചെയ്യണത് കേട്ടോ. കാര്യം കുഞ്ഞുള്ളത് കൊണ്ട് ഞാൻ വേറെ റീചാർജ് ചെയ്യേണ്ട, അത് ചുമ്മാ വേസ്റ്റ് ആവത്തുള്ളൂ. നമുക്ക് ഫോണിൽ നോക്കിയിരിക്കാനുള്ള ടൈമില്ല. സോ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് 450 രൂപയുടെ ഒരു റീചാർജാണ്. പക്ഷേ അത് GST കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് 480 രൂപയോളം വരും. 480 MBR വരും. അപ്പോൾ ഏകദേശം ഒരു 500 അത്രയാണ്. ഇനി അതിൽ കുറഞ്ഞതുകൊണ്ട്, പക്ഷേ GB അതിനനുസരിച്ച് കുറവാണ്. ഇപ്പോൾ ഈ 480 രൂപയുടെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് 8 GB പെർ ഡേ ആണ് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ വന്ന് കഴിയുമ്പോഴും നമുക്ക് 8 GB ഒക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് യൂസ് ചെയ്ത് പോകും. കാര്യം നമുക്കിവിടെ വേറെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഫോൺ മാത്രമേ ഉള്ളൂ. പിന്നെ ഫിഷിങ്ങിന് പോകേണ്ടവർക്ക് പോകാം, അല്ലാതെ ഐലൻഡ്സിലെ കാര്യമാണ് ഞാൻ പറയണേ. പിന്നെ നമുക്ക് വേറെ എൻ്റർടൈൻമെൻറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെപ്പോഴും ഫോണിൽ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡാറ്റ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ കുറച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. താമസം, അതുപോലെ അലവൻസ്, ഇൻഷുറൻസ്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം പാർട്ട് 2ന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ.